ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് KFC ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിൽ എപ്പോഴുമുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്ന് മാറ്റിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്നൊടുക്കനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 400 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗർ ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ വിനാഗർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ തൈരോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബട്ടർ മിൽക്കിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതേപോലെ ബട്ടർ മിൽക്കിൽ മുങ്ങി കിടക്കുന്ന പോലെ വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഇത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ നമുക്കിത് ഇങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബട്ടർ മിൽക്കിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നേരത്തെ നമ്മൾ ബട്ടർ മിൽക്കിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ മണിക്കൂർ വെച്ചാൽ അത്രയും നമുക്ക് ചിക്കനിൽ മസാല ഒക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറാണ് ചിക്കന് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനുള്ള കോട്ടിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട, 1 നുള്ളു ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒരു പീസ് ചിക്കൻ എടുത്ത് നമുക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി കോട്ടിങ് ചെയ്തെടുക്കാം.
മസാല എവിടെയും കാണാത്ത വിധത്തിൽ നമുക്കിതൊന്ന് കോട്ടിങ് ചെയ്തെടുക്കണം. ഇനി ഒന്ന് കുടഞ്ഞ് നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് പിന്നെയും ഒന്ന് നന്നായി കോട്ടിങ് ചെയ്തെടുക്കാം. പൊടി നല്ല ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കാം. അതിൻ്റെ മുകളിൽ പൊടിയുള്ളതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് വ്രിങ്കിൾസായി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നല്ല വ്രിങ്കിൾസായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ 2-3 പീസ് ചിക്കൻ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊടി ചെറുതായി കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ടൊക്കെ കിട്ടും. അപ്പോൾ അത് മാറ്റിക്കളയാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ ചിക്കൻ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായാൽ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് വലിയ പീസായതുകൊണ്ട് ഇത് ടൈം പിടിക്കും ഉള്ളിൽ ഒന്ന് വെന്ത് കിട്ടാൻ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് എങ്ങനെയൊന്ന് ഫ്രൈ ആയി കിട്ടാൻ 12-15 മിനിറ്റ് ടൈമാവും. നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്തു മാറ്റാം. ഇതേപോലെ നമുക്ക് എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ KFC ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിപ്സിയും ടേസ്റ്റിയാണ്. ഇതെല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസും മയോണീസും ഹോം മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു. ബൈ.